ലാലിനെ പറ്റിയും എൻ്റെ അഭിപ്രായം ഇതാണ്. ലാല് മോഹൻലാൽ ഇതിന്റെ അമ്മയുടെ പ്രസിഡന്റായിട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതി എൻ്റെ FB-യിൽ വളരെ പ്രതീക്ഷയാണ്. കാരണം ലാലൊക്കെ ഇതിന്റെ ഉത്തുംഗ ലെവലിലെത്തിയ ഒരാളാണ്. ആരോടും ഒരു പാർഷ്യാലിറ്റി കാണിക്കേണ്ട കാര്യമില്ല. ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് ഞാൻ എന്താണ് സിനിമാ ഫോറം എന്നും പറഞ്ഞൊരു സംഭവം 2007 ഉണ്ടാക്കി ഇവരെ ഒക്കെ വെച്ചിട്ട് അന്ന് ഈ പുതുമുഖങ്ങളുടെ പടം 1.5 കോടി രൂപയ്ക്ക് തീർക്കുന്ന പടം 2007 ഉണ്ടാക്കിയ കാര്യമാണ് ഈ പറയുന്നത്. ആ പടത്തിന്റെ 50% തിയേറ്ററുകാർ തരുമെന്ന് പറഞ്ഞു. ബാക്കി ഉണ്ടാക്കിയാൽ മതി ഈ പ്രൊഡ്യൂസർ. വലിയ വിപ്ലവം ഉണ്ടായിരുന്നേനെ, കുറെ പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ പറ്റിയേനെ അന്ന്. ഇപ്പോഴാണല്ലോ ഈ പുതുമുഖങ്ങളുടെ തള്ളിക്കയറ്റം. അക്കാലത്ത് ഈ ജയസൂര്യ ഇന്ദ്രജിത്തിനെയൊക്കെ ഊമപ്പെണ്ണിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണക്ക് കുറെ താരങ്ങൾ അവിടെ ഇവിടെയും വന്നതല്ലാതെ പുതുമുഖങ്ങൾക്ക് വരാൻ വലിയ പാടായിരുന്നു. അങ്ങനെ ഒരു സിനിമാ ഫോറം ഉണ്ടാക്കിയപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ആ കമ്മിറ്റിയിലെ ആൾക്കാർ അപ്പുറത്ത് പോയി സൂപ്പർ താരങ്ങളെടുത്ത് പറഞ്ഞു, ഇത് വിനയന്റെ ഒരു പണിയാണ് നിങ്ങളെ ഔട്ടാക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. മമ്മൂക്കയും മോഹൻലാലിനെയും ഒക്കെ പുതിയ ഒരാളെ വെച്ച് ഇത് അതൊക്കെ നടക്കുമോ ശ്രീ വിനയൻ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു താരത്തെ ഇഷ്ടപ്പെടുന്നത് അയാളുടെ പല പല അഭിനയ മുഹൂർത്തങ്ങൾ കണ്ടാണ്. അങ്ങനെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പൃഥ്വിരാജും ജയസൂര്യയും. അങ്ങനെ ഒരുപാട് പേർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിവിൻ പോളി അടക്കം എല്ലാവരെയും ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ്. ഈ താരങ്ങളെ താരങ്ങളാക്കുന്നത്, ഞാൻ നേരത്തെ അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ, താരങ്ങളാക്കുന്നത് പൊതുജനമാണ്, സിനിമ ആസ്വാദകരാണ്. ആസ്വാദകരുടെ മനസ്സിൽ അവർക്കൊക്കെ ഒരു സ്ഥാനമുണ്ട്, ഒരു വില കൊടുത്തിട്ടുണ്ട്. ആ വില കളയുന്നതാണ് അവരിപ്പോൾ പ്രതികരിക്കാതെ ഇരിക്കുന്നതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ലേ? അവർ പ്രതികരിക്കേണ്ടതല്ലേ? തങ്ങളുടെ മേഖലയിൽ പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അഥവാ തങ്ങൾക്ക് തന്നെ നമുക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റ് നമ്മൾ തിരുത്താൻ തയ്യാറാകുന്നിടത്തല്ലേ മാന്യത, ശ്രീ വിനയൻ? തീർച്ചയായിട്ടും അവരൊക്കെ നമ്മുടെ മനസ്സിൽ കുടിയേറിയ താരങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ലാല് ഇതിന്റെ പ്രസിഡന്റായിട്ടൊക്കെ വന്നപ്പം വളരെ മാറ്റങ്ങൾ ഈ രംഗത്തുണ്ടാകും. കാരണം അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹം ചിന്തിക്കുന്ന ആളാണെന്ന് ഞാൻ ചിന്തിച്ചു. മമ്മൂക്കയ്ക്ക് ഈ മെഗാസ്റ്റാർ ഇന്ത്യയിലെ തന്നെ വലിയ താരമാണ്. ഞാൻ തുറന്നു പറയാം, ഇപ്പം ഞങ്ങൾ തമ്മിലൊരു പടം ചെയ്യാമെന്ന് പറഞ്ഞു, ഡേറ്റ് കിട്ടിയില്ല, പിന്നെ അത് മാറിപ്പോയി. മോഹൻലാൽ അതിനകത്തു നിന്ന് മോഹൻലാലിന്റെ കൂടെ നിൽക്കുന്നവരായിരിക്കാം അവർ തന്ത്രപരമായിട്ട്. ഞാനും എൻ്റെ പുറകെ പോയില്ല, സത്യമാണ്. പോട്ടെ, ഞാൻ എൻ്റെ ഇഷ്യൂ അല്ല പറയുന്നത്. ഞാൻ എത്രയോ വർഷമായിട്ട് പുതിയ ആൾക്കാരെ ഒക്കെ വെച്ച് പടം ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് ഇവര് വളരെ ബോൾഡായിട്ട് സർക്കാരിലും പൊതുജന മധ്യത്തിലും ഒക്കെ സമൂഹത്തിലും ഒക്കെ പിടിപാടുള്ള നമ്മുടെ സൂപ്പർ താരങ്ങളായിരിക്കണം ഇത് നേരെയാക്കാൻ മുൻകൈ എടുക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത്രയേ ഉള്ളൂ. അത് വളരെ കൃത്യമാണ്. അവരതിന് മുൻകൈ എടുക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കാരണം എനിക്ക് അവരിലൊരു വിശ്വാസം ഉണ്ട്. ആ വിശ്വാസം അവർ കാത്തു സൂക്ഷിക്കും എന്ന് തന്നെയാണ് ഞാൻ ഈ മിനിറ്റിലും പ്രതീക്ഷിക്കുന്നത്. കാരണം മറ്റൊരു തരക്കാരാണ് അവർ എന്ന് നമ്മുടെ മുന്നിൽ തെളിവുകളൊന്നുമില്ല, എൻ്റെ മുന്നിൽ തെളിവുകളൊന്നുമില്ല. അങ്ങേക്ക് അറിയാമെങ്കിൽ അങ്ങേക്ക് അത് പറയാം. അങ്ങ് നേരിട്ട അനുഭവം അങ്ങേക്ക് മാത്രമാണ് അറിയാവുന്നത്. ഈ സൂപ്പർ താരങ്ങളുടെ അങ്ങയോടുള്ള സമീപനം എന്താണ് ഇപ്പോൾ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, മറ്റേ കോമ്പറ്റീഷൻ കമ്മീഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനും അതിനെ കണ്ടത്, സുജയ, ഇത് കണക്കുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂ അല്ല. ഞാൻ ഇനി നമ്മുടെ സിനിമയിലെ രാഷ്ട്രീയമായിട്ട് അതിനെ കണ്ട സംഘടനാപരമായ ഇഷ്യൂ. അമ്മ ഒരു സംഘടന, ആക്ടർ ഫെഡറേഷൻ ഒരു സംഘടന. അപ്പം അതിനെതിരെ വിനയൻ അതിനെതിരെ ഇവർ പറഞ്ഞ ഒരു എഗ്രിമെന്റ് വേണ്ട എന്ന് പറഞ്ഞതിനെതിരെ വേണമെന്ന് വാദിച്ചു. വിനയൻ നിർമ്മാതാക്കളുടെയും ചേംബറിന്റെയും കൂടെ നിന്നിട്ട് ഞങ്ങൾക്കെതിരെ വന്നു. അതിനകത്ത് അവർ തോറ്റുപോയി. ആ എഗ്രിമെന്റാണ് ഇന്ന് കിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് ദേഷ്യം വരുമല്ലോ. ഞാൻ അങ്ങനെ കണ്ടുള്ളൂ. അതിനുശേഷം എൻ്റെ ജീവിതോപാധി, എനിക്കുണ്ടായിരുന്ന വസ്തു വിറ്റ് 12 വർഷം ജീവിച്ച ഒരുത്തരാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് പറയുകയാണ്. ഞാൻ അതിന്റെ പിന്നിൽ നിന്ന് ആരുടെ മുന്നിൽ തോറ്റിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ ഇന്നും അന്തസ്സായിട്ട് ജീവിക്കുന്ന ആളാണ്. അതിനുശേഷം 2004 ശേഷം എത്ര സിനിമ ചെയ്തു ശ്രീ വിനയൻ? അല്ല, 2008 8-ന് ശേഷം ഞാൻ ചെയ്തത് ഈ ഒരു പടം മാത്രമേ. വെളിയിൽ നിന്നൊരു പടമെന്നും പറഞ്ഞ് ഞാനും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസർ വേറൊരാളായിരുന്നു. പക്ഷെ ആ പ്രൊഡ്യൂസറെ ആ പടം തീർന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ, ഞാൻ ഇന്ന് രാവിലെ ആ സുഹൃത്തിനോട് വിളിച്ചിട്ട്, അദ്ദേഹം വലിയ ആളാണ് ഇപ്പം പ്രൊഡ്യൂസേഴ്സിൻ്റെ, ഞാൻ പറഞ്ഞു, നിനക്കറിയാമല്ലോ, നിന്നെ പോലും ഉപയോഗിച്ചു. കാരണം അയാളെ ആ പ്രൊഡ്യൂസറെയും കൊണ്ടുപോയി മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ട് ഫെഫ്കയുടെ നേതാക്കന്മാരും ഒക്കെ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ മമ്മൂക്കയുടെ ഡേറ്റ് മേടിച്ചു തരാം, നീ വിനയനെതിരെ പ്രസ് മീറ്റ് നടത്തണമെന്ന് പറഞ്ഞു. വിനയനെതിരെ പ്രസ് മീറ്റ് നടത്തിയാൽ എത്ര രൂപ ഡേറ്റ് ഒക്കെ ഇവർ വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പം അങ്ങനെ പിന്നെ പ്രൊഡ്യൂസർമാരൊന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് വാശിക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. ആ സിനിമകളൊക്കെ എനിക്ക് ടെക്നീഷ്യന്മാരില്ല, ആർട്ടിസ്റ്റുകളില്ല. ഡ്രാക്കുള എന്നൊക്കെ പറഞ്ഞ സിനിമ ചെയ്തു. അതൊക്കെ എനിക്ക് സാമ്പത്തികമായിട്ട് ലോസ് വന്നിട്ടുണ്ട് ചില സിനിമകളൊക്കെ. അതൊന്നും എന്റെ ഫൈറ്റ് ആയിരുന്നു അത്. തീർച്ചയായും താങ്കൾ ആ പോരാട്ടം തുടർന്നയാളാണ്. അതുകൊണ്ട് തന്നെയാണ് താങ്കളോട് ഇത്രയും ദീർഘമായി സംസാരിച്ചത്. കുറെ നേരമായി താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു ഉദ്ദേശശുദ്ധി അങ്ങ് മനസ്സിലാക്കി തന്നെയാണ് പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വളരെ നന്ദി ശ്രീ വിനയൻ സഹകരിച്ചതിന്.
താങ്ക് യു വെരി മച്ച്. ഓക്കെ.